ഹല്ലേലൂയ. കർത്തൃനാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. സഭാപ്രസംഗി 12:7 പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി പോകും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന്റെ വാക്കുകളാണല്ലോ ഈ വാക്യാംശത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് നാം ചില കാര്യങ്ങൾ ചിന്തിച്ചു വരുന്നല്ലോ. എന്നാൽ അപ്രകാരമുള്ള യാതൊരു പ്രത്യാശയുമില്ലാതെ ലോകത്തിൽ പൈശാചികന്റെ കരങ്ങളാൽ അമ്മാനം ആടുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്ക് ദൈവത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ യാതൊരു ചിന്തയും ഇല്ലാതെ ഏത് പൈശാചിക പ്രവൃത്തികളും ചെയ്തു കൂട്ടുന്ന അനേകരെ ചരിത്രം പുറകോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലരെ കുറിച്ച് ചിന്തിച്ചു വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സദാം ഹുസൈന്റെ ആ ക്രൂരതകള് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്വന്തം മരുമകനെ ആസിഡ് ജാറയില് ബന്ധുക്കളുടെയൊക്കെ കാങ്കൽ നിർത്തി ഉരുക്കി കൊന്നവനാണല്ലോ സദാം ഹുസൈൻ. അതേപോലെ ഇറാൻകാരെ വിഷവാതകത്താൽ നശിപ്പിച്ച ആ കുർദുകളെ ജൈവായുധങ്ങളാൽ നശിപ്പിച്ച ഇയാളുടെ അവസാന നാളുകള് വളരെ ദയനീയമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഥവാ യുദ്ധക്കുറ്റവാളിയായി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തൂക്കിലേറ്റി അദ്ദേഹത്തെ വധിക്കുവാനായിട്ട് ഇടയായത് അധികം കാലങ്ങൾ പിന്നിട്ടിട്ടില്ലല്ലോ. ദൈവനിഷേധിയും നിരീശ്വരവാദിയുമായിരുന്ന ഷോപ്പൻഹോവർ മരണാസന്നനായി അതിവേദനയില് താന് ഉളഞ്ഞപ്പോൾ താൻ പറഞ്ഞു, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുവാനായിട്ട് ഇടയായിത്തു. അപ്പോൾ മറ്റുള്ളവർ തന്നോട് ചോദിച്ചു, ജീവിതകാലം മുഴുവനും ഒരു നിരീശ്വരവാദിയായി അത് പ്രചരിപ്പിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നു, ഞാൻ വായിച്ചതും എഴുതിവിട്ടതുമായ തത്വശാസ്ത്രങ്ങൾക്കൊന്നിനും ഇപ്പോഴുള്ള എന്റെ അതിവേദനകൾക്ക് ആശ്വാസം തരുവാനായിട്ട് കഴിയുന്നില്ല. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് അല്പം ആശ്വാസം എനിക്ക് ലഭിക്കുന്നത് എന്ന് ആ വ്യക്തി ജീവിതം തന്റെ ജീവിതാവസാനത്തിൽ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. സാക്ഷ്യത്തിനു വേണ്ടി ജീവൻ വെടിയുന്നവനാണ് യഥാർത്ഥമായ രക്തസാക്ഷി എന്ന് നമുക്ക് ആ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അനേകരുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ രക്തസാക്ഷി എന്ന് പറയുമ്പോൾ ചില ആദർശങ്ങൾക്ക് വേണ്ടി അവര് എടുത്തു ചാടി അവരുടെ ജീവൻ കളഞ്ഞവരും രാഷ്ട്രീയത്തിന് വേണ്ടിയും മറ്റുമൊക്കെ ഇല്ല എന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ അർത്ഥത്തിൽ ക്രിസ്തുവിനെ രക്തസാക്ഷിയായി കാണുന്നവരും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത്തരക്കാർ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ വിമോചനത്തിന്റെ മാർഗം എന്നതില് ഉപരി സാമൂഹ്യ വിപ്ലവത്തിന്റെ പ്രതിഫലനമായി മാത്രമാണ് അവര് ചിത്രീകരിച്ചു പോരുന്നത്. രക്തസാക്ഷി എന്നതിന് മാർക്കസ് എന്ന ഒരു ഗ്രീക്ക് പദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ക്രിസ്തുവിന്റെ ജീവിതത്തിനും മരണത്തിനും പുനരുത്ഥാനത്തിനും സാക്ഷികളായിരുന്നവരെ ഉദ്ദേശിച്ചാണ് ഈ പദം
ഉപയോഗിച്ചിരുന്നത് എന്നതും വ്യക്തമാണ്. പിന്നീട് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരെയും കൊല്ലപ്പെട്ടവരെയും മാർട്ടസ് എന്ന് വിളിച്ചു തുടങ്ങുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നാം ആദിയോടന്തം പഠിക്കുമ്പോൾ അനേക രക്തസാക്ഷികൾ അപ്പോസ്തലന്മാരുടെ കാലത്തും അതിനു മുൻപും ഇപ്പോഴും അനേക രക്തസാക്ഷികളെ കർത്താവിന് വേണ്ടി അഥവാ മരണം വരിച്ച അനേകരെ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇവിടെ നമ്മൾ ചിന്തിച്ചതുപോലെ പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചേരുന്നതായ ഒരു നാളുണ്ട്. അത് ഒരുപക്ഷെ രക്തസാക്ഷിത്വത്തിലൂടെ ആണെങ്കിൽ അതിന്റെ പ്രതിഫലം എത്ര വലുതാണ് എന്ന് നമുക്ക് ഈ ധീരന്മാരുടെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാമും ഇന്നല്ലെങ്കിൽ നാളെ ഏത് വിധേനയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകത്തുള്ളൂ. ഈ പൊടിയിലേക്ക് തിരികെ ചേർന്നേ മതിയാകത്തുള്ളൂ. ആത്മാവ് അതിനെ ഏൽപ്പിച്ച ദൈവത്തിലേക്ക് മടങ്ങിച്ചെന്നേ മതിയാകത്തുള്ളൂ. അനേക നിരീശ്വരവാദികളുടെ ആദർശങ്ങൾ ഒളിഞ്ഞപ്പോൾ, തകർന്നപ്പോൾ, അതേ തിരുവചനത്തിന്റെ സത്യം അത് വീറോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അനേകർ ഇന്നും നിലനിൽക്കുന്നു. അതേ നമുക്കും ആ ദീപശില കയ്യിലേറ്റിക്കൊണ്ട് മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകവെ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ, വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും.